സമ്പന്നനാകണോ? രാവിലെ ഈ 3 കാര്യങ്ങൾ ചെയ്യും. നമുക്ക് കുറച്ച് സത്യങ്ങൾ സംസാരിച്ചാലോ? ചോദ്യങ്ങളോ ഉപദേശങ്ങളോ ഒന്നുമല്ല, കുറച്ച് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം അത് മെച്ചപ്പെട്ടതായാലും മോശപ്പെട്ടതായാലും അതങ്ങനെ വെറുതെ സംഭവിച്ചതല്ല. അത് ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ആ ഡിസൈനർ നിങ്ങളല്ല. അത് ഡിസൈൻ ചെയ്തത് നിങ്ങളുടെ ശീലങ്ങളാണ്. നിങ്ങൾ പോലും അറിയാതെ എല്ലാ ദിവസവും രാവിലെ ഓണാകുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ ആദ്യത്തെ പണി എന്താണെന്നറിയുമോ? നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത്, അതായത് നിങ്ങളുടെ ശ്രദ്ധയും മാനസികമായ ഊർജവും നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവർക്ക് വിൽക്കുക. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക്, ന്യൂസ് ചാനലുകൾക്ക്, നിങ്ങളുടെ ഇൻബോക്സിൽ കിടക്കുന്ന മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക്. നിങ്ങൾ രാവിലെ ഉണർന്ന് ആദ്യത്തെ മണിക്കൂറിൽ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം, 1 രൂപ പോലും ലാഭമില്ലാത്ത കാര്യങ്ങൾക്കായി നിങ്ങൾ സൗജന്യമായി കൊടുക്കുന്നു. ഇതൊരു തെറ്റല്ല, ഇതൊരു സിസ്റ്റമാണ്. നമ്മളിൽ 99% പേരും ജീവിക്കുന്നത് ഈ സിസ്റ്റത്തിനുള്ളിലാണ്. അതുകൊണ്ടാണ് 99% പേരും സാമ്പത്തികമായി ഒരു ശരാശരിയിൽ ഒതുങ്ങിപ്പോകുന്നത്. അവർ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവരുടെ ഊർജം മുഴുവൻ അറിയാതെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയിൽ ഓട്ടയുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷേ ആ 1% ആളുകളുണ്ട്, സമ്പന്നർ. അവർ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഈ കളിയുടെ നിയമങ്ങൾ കൃത്യമായി അറിയാം. അവർക്കറിയാം, പണം വരുന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, നിയന്ത്രിതമായ ശ്രദ്ധ കൊണ്ടാണെന്ന്. ഒരു ദിവസത്തെ ജയിക്കണമെങ്കിൽ ആ ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂറിനെ ജയിക്കണമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ പ്രഭാതത്തെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്നു. ആ കോട്ടയ്ക്കുള്ളിലിരുന്ന് അവർ അന്നത്തെ സാമ്പത്തിക യുദ്ധത്തിനായി തങ്ങളുടെ മനസ്സിനെ മൂർച്ച കൂട്ടുന്നു. ഈ വീഡിയോ ആ കോട്ട എങ്ങനെ പണിയാം എന്നതിനെക്കുറിച്ചാണ്. ആ രഹസ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. ഇത് വെറും മോട്ടിവേഷനല്ല, ഇത് മെക്കാനിക്സ് ആണ്. സമ്പത്തുണ്ടാക്കുന്നതിന്റെ മെക്കാനിക്സ്. അതിന്റെ അടിസ്ഥാനം 3 വാക്കുകളാണ്: പ്രൈം, പ്ലാൻ, പൗണ്ട്സ്. ഭാഗം 1, പ്രൈം. പണം ആകർഷിക്കാൻ മനസ്സിനെ ഒരുക്കുക. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ അഡ്വൈസർ. ആ അഡ്വൈസർ എപ്പോഴും ടെൻഷനിലും പേടിയിലും ക്ഷീണത്തിലുമാണെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ മോശം തീരുമാനങ്ങളെടുക്കും. ഒരു കാരണവുമില്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. നല്ലൊരു നിക്ഷേപാവസരം മുന്നിൽ വന്നാൽ പേടി കാരണം അതിൽ നിന്ന് പിന്മാറും. ഓഹരി വിപണി ചെറുതായൊന്ന് ഇടിയുമ്പോൾ നഷ്ടത്തിലെല്ലാം വിറ്റൊഴിയും. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായിരിക്കും. ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക ശത്രുവായി മാറും. ഈ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുള്ള ആദ്യത്തെ ആയുധമാണ് വ്യായാമം. രാവിലെ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഇഷ്ടമുള്ള വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം എൻഡോർഫിനുകൾ പുറത്തുവിടും. ഇത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ തലച്ചോറിലെ പേടിയുടെ സ്വിച്ച് ഓഫ് ചെയ്ത് ശാന്തതയുടെയും ആത്മവിശ്വാസത്തിന്റെയും സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു 10 മിനിറ്റ് ധ്യാനം കൂടിയാകുമ്പോൾ സംഗതി ഉഷാറാകും. ധ്യാനം നിങ്ങളുടെ മണി മൈൻഡ് സെറ്റിനുള്ളതാണ്. എനിക്ക് പണമില്ല, കടം കയറി, എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണാനും അവയ്ക്ക് നിങ്ങളുടെ മേൽ നിയന്ത്രണമില്ലെന്ന് തിരിച്ചറിയാനും ധ്യാനം സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെ അഭിവൃദ്ധിയുടെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നു. പണമില്ലായ്മയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് മാറും. അതുകൊണ്ട് പ്രൈം എന്നാൽ വെറും ഫിറ്റ്നസ് മാത്രമല്ല, അത് ഫിനാൻഷ്യൽ ഫിറ്റ്നസ് ആണ്. സമ്മർദ്ദമില്ലാത്ത, വ്യക്തതയുള്ള അവസരങ്ങൾ കാണാൻ കഴിവുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഒരു മനസ്സാണ് പണത്തെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാന്തം. ഭാഗം 2, പ്ലാൻ. നിങ്ങളുടെ ദിവസത്തെ ലാഭത്തിനായി രൂപകൽപ്പന ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ശാന്തവും ശക്തവുമാണ്. പക്ഷെ ആ ഊർജം കൊണ്ട് എന്തു ചെയ്യണം? എവിടെ നിക്ഷേപിക്കണം? ഇവിടെയാണ് രണ്ടാമത്തെ ഘട്ടം വരുന്നത്. നിങ്ങളെ തന്നെ ഒരു കമ്പനിയായി സങ്കല്പിക്കുക. യു ഇൻകോർപ്പറേഷൻ. നിങ്ങളാണ് ആ കമ്പനിയുടെ CEO. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ കയ്യിൽ 8 മണിക്കൂർ എന്ന മൂലധനമുണ്ട്. ഒരു പ്ലാനുമില്ലാതെ ദിവസം തുടങ്ങുന്ന ഒരാൾ ആ മൂലധനം മുഴുവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കുകയാണ്.
അവർ ഇമെയിലുകൾക്ക് മറുപടി കൊടുക്കുന്നു. അത് മറ്റൊരാളുടെ അജണ്ടയാണ്. സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവർക്ക് വിൽക്കലാണ്. പ്രാധാന്യമില്ലാത്ത മീറ്റിംഗുകളിൽ സമയം കളയുന്നു. ദിവസം തീരുമ്പോൾ അവർ തിരക്കിലായിരുന്നു. പക്ഷേ യു ഇൻകോർപ്പറേഷൻ എന്ന നിങ്ങളുടെ കമ്പനിക്ക് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല. അതായത് നിങ്ങളുടെ വരുമാനം ₹1 പോലും വർദ്ധിച്ചിട്ടില്ല. പക്ഷേ ഒരു മികച്ച സിഇഒ എന്തു ചെയ്യും? അവർ എല്ലാ ദിവസവും രാവിലെ തന്നോട് തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തും. അവർ അന്നത്തെ ഏറ്റവും വരുമാനം നൽകുന്ന പ്രവർത്തനം, മോസ്റ്റ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി IGA ഏതാണെന്ന് കണ്ടെത്തും. നിങ്ങൾക്കും ഇത് കണ്ടെത്താം. സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ ഏത് ഒരൊറ്റ കാര്യം പൂർത്തിയാക്കിയാലാണ് എന്റെ വരുമാനം കൂടാൻ ഏറ്റവും സാധ്യത? ഏത് ജോലി ചെയ്താലാണ് എനിക്ക് പ്രമോഷൻ കിട്ടുക? ഏത് പ്രൊജക്ട് തീർത്താലാണ് എന്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ പണം വരുന്നത്? അതൊരു പക്ഷേ 5 പുതിയ സെയിൽസ് കോളുകൾ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായ പുതിയൊരു സോഫ്റ്റ്വെയർ പഠിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സൈഡ് ബിസിനസിന്റെ പ്ലാൻ തയ്യാറാക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിലെ 20 കാര്യങ്ങളിലല്ല പ്രധാനം. നിങ്ങളുടെ വരുമാനത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ആ 1-2 കാര്യങ്ങളിലാണ്. അതാണ് നിങ്ങളുടെ അന്നത്തെ സാമ്പത്തിക ബ്ലൂ പ്രിന്റ്. ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും ഏറ്റവും ലാഭകരമായ ആസ്തികളിൽ നിക്ഷേപിക്കുകയാണ്. ഭാഗം 3. പൗണ്ട്സ്. പണം തരുന്ന ജോലി ആദ്യം ചെയ്യുക. ഒരു സിംഹം ഇരയുടെ മേൽ ചാടി വീഴുന്നത് പോലെ നിങ്ങളുടെ ഏറ്റവും വരുമാനം തരുന്ന ആ ജോലിയുടെ മുകളിലേക്ക് ചാടി വീഴുക. ഇവിടെയാണ് യഥാർത്ഥ പണം ഉണ്ടാക്കപ്പെടുന്നത്. നമ്മുടെ ശ്രദ്ധയും ഇച്ഛാശക്തിയും ഒരു ഫോണിന്റെ ബാറ്ററി പോലെയാണ്. രാവിലെ ഉണരുമ്പോൾ അത് 100% ചാർജ് ആയിരിക്കും. ഇതിനെ നമ്മുടെ മെന്റൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ദിവസം പോകും തോറും നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും കാണുന്ന ഓരോ നോട്ടിഫിക്കേഷനും ആ ബാറ്ററി ചാർജ് കുറച്ചുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നിങ്ങളുടെ 100% ചാർജുള്ള ബാറ്ററി നിങ്ങൾക്ക് ₹1 പോലും തിരിച്ചു തരാത്ത ആപ്പുകൾക്ക് വേണ്ടി ഉപയോഗിച്ച് തീർക്കുകയാണ്. അത് പണം കത്തിച്ചു കളയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്ത ശേഷം ആദ്യത്തെ 60 മുതൽ 90 മിനിറ്റ് വരെ ഒരു ശല്യവുമില്ലാതെ നിങ്ങളുടെ 1-ാം നമ്പർ IGAയിൽ മാത്രം ശ്രദ്ധിക്കുക. ഫോൺ സൈലന്റ് ആക്കി മറ്റൊരു മുറിയിൽ വെക്കുക. ഇമെയിൽ, സോഷ്യൽ മീഡിയ, വാർത്തകൾ എല്ലാം മറന്നേക്കുക. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലി സാധാരണ ജോലിയല്ല, അത് ഡീപ്പ് വർക്കാണ്. ഏറ്റവും കൂടുതൽ മൂല്യം സൃഷ്ടിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ജോലി. നിങ്ങളൊരു കോഡർ ആണെങ്കിൽ ഏറ്റവും സങ്കീർണമായ കോഡ് എഴുതുന്നത് ഈ സമയത്താണ്. നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ ഏറ്റവും മികച്ച ആശയങ്ങൾ വരുന്നത് ഈ സമയത്താണ്. ഈ ഒരൊറ്റ ശീലം നിങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം അവിശ്വസനീയമായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച സമയവും ഊർജവും പണം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ സമ്പന്നനാകാനുള്ള ആ 3 ഘട്ടങ്ങളുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. പ്രൈം, പ്ലാൻ, പൗണ്ട്സ്. ഇതൊരു സിസ്റ്റമാണ്. 1. പ്രൈം. നിങ്ങളുടെ മനസ്സിനെ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിച്ച് അവസരങ്ങൾ കാണാൻ കഴിവുള്ള, പണം ആകർഷിക്കുന്ന ഒരു കാന്തമാക്കി മാറ്റുക. 2. പ്ലാൻ. നിങ്ങളുടെ ദിവസത്തെ ഒരു ബിസിനസ് പ്ലാൻ പോലെ കണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്ന പ്രധാന ജോലികൾ കണ്ടെത്തുക. 3. പൗണ്ട്സ്. നിങ്ങളുടെ ഏറ്റവും വിലയേറിയ മെന്റൽ ക്യാപിറ്റൽ ആ വരുമാനം തരുന്ന ജോലികൾക്കായി രാവിലെ തന്നെ നിക്ഷേപിക്കുക. ഓർക്കുക, സമ്പത്ത് എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു ലോട്ടറി അല്ല. അത് ശരിയായ സാമ്പത്തിക ശീലങ്ങൾ ദിവസവും ആവർത്തിക്കുന്നതിന്റെ കോമ്പൗണ്ട് ഇഫക്റ്റ് ആണ്. നിങ്ങൾ ദിവസവും ₹100 നിക്ഷേപിച്ചാൽ അത് കാലക്രമേണ വലിയൊരു സംഖ്യയായി മാറുന്നത് പോലെ നിങ്ങൾ ദിവസവും ഈ 1 മണിക്കൂർ ശരിയായി നിക്ഷേപിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക വളർച്ച കൊണ്ടുവരും. നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ഒരു കണ്ണാടിയാണ്. ഒരു താറുമാറായ പ്രഭാതം താറുമാറായ ഒരു സാമ്പത്തിക ജീവിതത്തിലേക്ക് നയിക്കുന്നു. ചിട്ടയായ ലക്ഷ്യബോധമുള്ള ഒരു പ്രഭാതം ചിട്ടയായ സമ്പന്നമായ ഒരു സാമ്പത്തിക ജീവിതത്തിലേക്ക്. തീരുമാനം നിങ്ങളുടേതാണ്. നാളത്തെ പ്രഭാതത്തിൽ നിങ്ങളുടെ മെന്റൽ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് കൃഷി ചെയ്യാൻ പോകുന്നു? പാഴ്ചെടികളോ അതോ സമ്പത്തിന്റെ വിത്തുകളോ? ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ കുറച്ച് നിമിഷങ്ങളെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും
പുതിയ അപ്ഡേറ്റുകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരെ നന്ദി.